സുഭാഷിതം. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് എബവ്, നോട്ട് ഓൺ തിങ്സ് ഓൺ ദി എർത്ത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഭൂമിയിലായിരിക്കുന്ന സാധാരണ മനുഷ്യരുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ജീവിതത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ, നമ്മുടെ ജോലി, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, സ്വന്തം സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ, ഇങ്ങനെ പലതും. ഈ വക കാര്യങ്ങൾ ചിന്തിക്കുന്നതും ശ്രദ്ധിക്കുന്നതും തെറ്റാണെന്നാണോ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? സെറ്റ് യുവർ മൈൻഡ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നതിന് മനസ്സ് പതിപ്പിക്കുക, അല്ലെങ്കിൽ മനസ്സ് ഉറപ്പിക്കുക, മനസ്സ് കേന്ദ്രീകരിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഈ ലേഖനം പൗലോസ് എഴുതുന്നത് കൊലസ്യയിലുള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാരായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. അതായത് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനുമായി ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയാണ്. 3-ന്റെ 1-ാം വാക്യം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഇത് പറഞ്ഞിട്ടാണ് നാം വായിച്ച കുറിവാക്യം. നാം എങ്ങനെയാണ് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചവർ റോമർ 6-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും കഴിയുകയുള്ളൂ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം, നാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയും മനസ്സിന്റെ വാഞ്ചയും ഉറപ്പും നിത്യത കൈവരിക്കുക എന്നുള്ളതായിരിക്കണം. തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഭൂമിയിലുള്ളത് എന്തൊക്കെയാണ്? 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഈ വക കാര്യങ്ങളിലേക്ക് നാം ശ്രദ്ധ ചെലുത്തുമ്പോൾ, നമ്മുടെ ചിന്തകളെ അത് സ്വാധീനിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് അതിലേക്ക് ഉറയ്ക്കുമ്പോൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനോ ചിന്തിക്കുവാനോ കഴിയുകയില്ല. യാക്കോബ് 3-17 പറഞ്ഞിരിക്കുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. യേശു കർത്താവ് പറഞ്ഞത്, പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. സ്വർഗത്തിലാണ് നമ്മുടെ നിക്ഷേപം സ്വരൂപിക്കേണ്ടത്. നിന്റെ നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് കാത്തുമിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. കരുണയുള്ള പിതാവേ, അവിടുത്തെ വചനപ്രകാരം ഉയരത്തിലുള്ളത് അന്വേഷിച്ച് ഉയരത്തിലുള്ളത് ചിന്തിച്ച് ഞങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരുന്ന് ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഞങ്ങളും തേജസ്സിൽ വെളിപ്പെടുവാൻ കൃപ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.